ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിലവില് നമ്മുടെ സൂമിന്റെ പരിധിയിൽ 100 പേരായിട്ടുണ്ട്. ഒന്ന് ടീച്ചർ ഒന്ന് ചെക്ക് ചെയ്യണേ, നമ്മൾ ആ ഹോസ്റ്റ് എത്രയാ, ലിമിറ്റ് എത്രയാന്നുള്ള സീറ്റ് ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 100 പേര് വരാൻ പറ്റുള്ളതിൽ കുറച്ച് കൂടുതൽ കയറ്റാൻ ഓപ്ഷൻ ഉണ്ടോ നോക്കണേ. 100 ഫില്ലായി കിടക്കുന്നു. അല്ലെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടണം കേട്ടോ. 100-ലധികം പേർക്ക് കയറാൻ പറ്റാത്തുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ കുട്ടികൾ ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തുടങ്ങി. യെസ്, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും കുറെ പേര് ചോദിച്ചു തുടങ്ങി. 100-ലധികം വന്ന ആളുകൾക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്രാ പ്ലസ് 1/128 ഈക്വൽ ടു ഡാഷ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 1/256, 2/128, 127/128 ആൻഡ് 1. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ശരി ഉത്തരം ടൈപ്പ് ചെയ്യാം. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ ജില്ലയുടെ പേരും കൂടെ ടൈപ്പ് ചെയ്യാം. നമ്മളെ ഈ ഒരു മത്സരത്തിൽ ഏത് ജില്ലയാണ് വിൻ ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് യെസ്, കോഴിക്കോട് ജില്ലയാണ് ഏറ്റവും ആദ്യം റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാലിക്കറ്റിന് ഒരു പോയിന്റ് കൊടുക്കാം. കാലിക്കറ്റിന് ഒരു പോയിന്റ് കൊടുക്കുന്നതിന് കാലിക്കറ്റ് ഒരു പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കാലിക്കറ്റ് 1 പോയിന്റ്. കാലിക്കറ്റ് 1 പോയിന്റ് കേട്ടോ. ഒരു പോയിന്റ് കാലിക്കറ്റിന് കിട്ടി. ഓക്കെ, കണ്ണൂർ വന്നു, കൊല്ലം വന്നു, എല്ലാവരുടെയും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ പോയിന്റ് കാലിക്കറ്റിന് കൊടുത്തു. ഓപ്ഷൻ സി, ഇതാണ് ശരി ഉത്തരം. ഇനി എങ്ങനെയാണ് ഇത് വന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് ശേഷം പോകും. 1ാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുന്നത് കാലിക്കറ്റിനാണ്. ഹാപ്പി അല്ലേ? കാലിക്കറ്റിലെ ആദ്യത്തെ ഒരു കൺഗ്രാറ്റുലേഷൻസ് കാലിക്കറ്റിന്. എല്ലാവരുടെ ബാക്കിയായിട്ട് ഒരു ഫയർ ഇട്ടെ, ഒന്ന് കത്തിച്ചു കൊടുക്കേ. ഗ്രൂപ്പിൽ ഒന്ന് ഫയർ ഇട്ട് കൊടുത്തേ. ഓക്കെ, സെറ്റ്. അതാണ് ഗ്രീൻ ലവ് വരാൻ തുടങ്ങി, ലൈക്ക് വരാൻ തുടങ്ങി, തമ്പ് വരാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ പോവാം എന്നുള്ളത് നോക്കിക്കോട്ടോ. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത് നമുക്ക് നോക്കാം. ശരി, നമുക്കറിയാം ഒരു പേപ്പർ ഇതിന്റെ 1/2 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ്. അതിന്റെ 1/4 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ്. അതായത് 1/2 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ലാസ്റ്റ് നമ്പർ എഴുതുന്നു, അതിനേക്കാൾ ഒന്ന് കുറച്ച് എഴുതുന്നു, ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇത് 1ാമത്തെ. 2ാമത്തെ നോക്കാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ആൻസർ ചെയ്യാൻ ഈസി മെത്തേഡ്. ലാസ്റ്റ് നമ്പർ എഴുതുന്നു, ഒന്ന് കുറച്ച് എഴുതുന്നു. ക്ലിയർ അല്ല? മനസ്സിലായോ? ഈ ഐഡിയ മനസ്സിലായോ? ലാസ്റ്റ് നമ്പർ എഴുതാ, ഒന്ന് കുറച്ച് എഴുതാം അല്ലെ? വിശദമായി നിങ്ങൾ പഠിച്ചതായിരിക്കും. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ സമയമില്ല, പരീക്ഷയുടെ തൊട്ടടുത്ത സമയം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ കൂടെ. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. ആൻസർ എന്തായിരിക്കും? ടൈപ്പ് ചെയ്തോ. ആൻസർ എന്തായിരിക്കും? 15/16. 15/16. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, 4th one. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/64. എന്തായിരിക്കും ആൻസർ വരിക? സോറി, 1/64 അല്ല, 1/32. സോറി 1/32. ആൻസർ is 31/32. 31/32. സോ ഇതിന്റെ ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? സെറ്റ് അല്ല? സെറ്റ്.
റെഡി? ഒരു എക്സാമ്പിൾ കൂടെ പറയട്ടെ, ഒറ്റൊരു എക്സാമ്പിൾ കൂടെ പറയട്ടെ. പിടിച്ചോ, ഒരു എക്സാമ്പിൾ കൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എക്സാമ്പിൾ കൂടെ. 1/2 plus 1/4 plus 1/8 plus etc. plus 1/512. 1/512. 1/512. എന്തായിരിക്കും ആൻസർ വരിക? 1/512. ആൻസർ ഈസ് യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. 511 divided by 512. That's all. സോ അത് കഴിഞ്ഞു, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇപ്പൊ കാലിക്കറ്റ് ഒരു പോയിന്റ് ആയിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട്. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ്സ് ആർക്ക് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് കാലിക്കറ്റ് കിട്ടിയതുപോലെ ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാം കേട്ടോ. കാലിക്കറ്റ് ഒരു പോയിന്റ് കിട്ടി. അടുത്ത ചോദ്യം, ആർ യു റെഡി? ആർ യു റെഡി? ചോദ്യം ഇതാണ്, 54 square minus 53 square equal to dash. Option 0, 1, 2, 300 and 107. ഇത്ര ഓപ്ഷൻസ് വന്നു. ഏതാണ് ശരി ഉത്തരം? യെസ്, ഒരുപാട് ആൻസറുകൾ പറയുന്നുണ്ട്. യെസ്, ആൻസർ ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് കൊല്ലം. ഓക്കെ, ഗുഡ്. മലപ്പുറം പറഞ്ഞു കണ്ടു, പക്ഷെ അതിനു മുമ്പേ കൊല്ലമാണ് പറഞ്ഞത്. ആൻസർ 107. കൊല്ലത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്. കൊല്ലത്തിന് നമ്മള് ഒരു പോയിന്റ് കൊടുത്തു. ഇപ്പോ ഒന്നാം സ്ഥാനത്ത് 2 ജില്ലയായി, കാലിക്കറ്റും കൊല്ലവും. മലപ്പുറത്തിന്റെ കണ്ടു, എല്ലാവരുടെയും കണ്ടു, പക്ഷെ ഏറ്റവും ആദ്യം പറഞ്ഞത് കൊല്ലമാണ് കേട്ടോ. യെസ്, ഇതിന്റെ ആൻസർ നമുക്കറിയാം. 54 into 54 എത്രയാ? അതിന് 53 into 53. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പൊ അതിനൊരു ആൻസർ കിട്ടും. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഒരു ആൻസർ കിട്ടും. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു, ലാസ്റ്റ് ആൻസർ 107 കിട്ടും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു ഈസി മെത്തേഡിന്റെ ഒരു ട്രിക്ക് ഉണ്ട്. സിമ്പിൾ പരിപാടിയാണ്. ആൻസർ ഈ 2 നമ്പറുകൾ ആഡ് ചെയ്യുന്നു. ഈ 2 നമ്പർ കൂട്ടിയാൽ ആൻസർ കിട്ടും. ആൻസർ എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. 54 plus 53 107. ദിസ് ഇസ് ദ ആൻസർ. ഷോർട്ട് കട്ട്. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയറിന് അതിന്റെ തൊട്ട് മുമ്പുള്ള നമ്പറിന്റെ സ്ക്വയർ കണ്ടെത്താനുള്ള മെത്തേഡ് സിമ്പിൾ. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. 10 സ്ക്വയറിന് 9 സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? പറഞ്ഞേ. 10 സ്ക്വയറിന് 9 സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്യാം. 10 plus 9. ആൻസർ 19. ഷോർട്ട് കട്ട് മനസ്സിലായോ? ഷോർട്ട് കട്ട് മനസ്സിലായോ? ട്രിക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ട്രിക്ക് മനസ്സിലായോ? ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു ചോദ്യം കൂടെ പറയാം. 9 സ്ക്വയറിന് 8 സ്ക്വയർ മൈനസ് ചെയ്യണം. എങ്ങനെ കിട്ടും? ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. 9 സ്ക്വയറിന് 8 സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ആലോചിച്ച് നോക്കിയേ. ആൻസർ കിട്ടിയാ നോക്കിയേ. 9 സ്ക്വയറിന് 8 സ്ക്വയർ മൈനസ് ചെയ്താൽ യെസ്, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആൻസർ 9 plus 8. ആൻസർ 17. 9 plus. എങ്കിൽ അടുത്ത ചോദ്യം, 23 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ എന്തായിരിക്കും ആൻസർ വരാ? 23 സ്ക്വയർ മൈനസ് 22 സ്ക്വയർ ആൻസർ എന്തായിരിക്കും വരാ? യെസ്, മൈനസ് ചെയ്യും. അപ്പൊ ആൻസർ വരുന്നത് അതെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആൻസർ 23ഉം 22ഉം കൂട്ടുന്നു. ആൻസർ ഇസ് 45. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വൺ മോർ എക്സാമ്പിൾ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. വൺ മോർ എക്സാമ്പിൾ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ലിസൺ. 344 സ്ക്വയർ മൈനസ് 343 സ്ക്വയർ എന്തായിരിക്കും ആൻസർ വരിക? 344 സ്ക്വയർ മൈനസ് 343 സ്ക്വയർ ആൻസർ എന്തായിരിക്കും വരിക? ചെയ്ത് നോക്കിയാ. യെസ്, സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ കണ്ണൂരിന്റെ കണ്ടു, പക്ഷെ അടുത്ത ചോദ്യത്തിനാണ് സ്കോർ വരിക കേട്ടോ. അടുത്ത ചോദ്യത്തിന്. ഓക്കെ, അപ്പൊ ആൻസർ 687. ദിസ് ഇസ് ദ ആൻസർ. ഈ ഐഡിയ ട്രിക്ക് മനസ്സിലായ ആൾക്കാർക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ 1445 സ്ക്വയർ മൈനസ് 1444 സ്ക്വയർ എന്തായിരിക്കും ആൻസർ? ഇതിന്റെ ആൻസർ കൂടെ ഒന്ന് പറഞ്ഞേ. ഇതിന്റെ ആൻസർ കൂടെ പറഞ്ഞേ. What is the answer? ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്, സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതുപോലെ പഠിച്ച USS നമുക്ക് പൊളിച്ചടക്കാം. എല്ലാ ഏരിയാസും നമ്മൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് അതിനെ പൊളിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്.
ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ കൊല്ലത്തിന് നല്ലൊരു അപ്രീസിയേഷൻ കൊടുത്തേ. കൊല്ലത്തിന്റെ അപ്രീസിയേഷൻ കൊടുത്തേ. കൊല്ലം ടീമിന് നല്ലൊരു അപ്രീസിയേഷൻ കൊടുത്തേ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ റെഡിയായ ജില്ലക്കാർ നിങ്ങളുടെ ജില്ലയുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തോ. തേർഡ് ക്വസ്റ്റ്യൻ റെഡിയായ ജില്ലക്കാർക്ക് നിങ്ങളുടെ ജില്ലയുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ റെഡി ആയാൽ നിങ്ങളുടെ ജില്ലയുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ റെഡി ആയ ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആ ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ഓപ്ഷൻസ് തരുന്നുണ്ട്. ഓപ്ഷൻസ് തരാം. ആദ്യ ഓപ്ഷൻ തരാം. കുറച്ചധികം ഓപ്ഷൻസ് തരാം. 14 1/2, 14 1/4, 49 1/2, 49 1/4, 56 1/2, 56 1/4. ഇത്രയും ഓപ്ഷൻസ് വന്നു. ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ 7 1/2 the whole square equal to dash. This is the question. ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഏറ്റവും ആദ്യം പറയുന്നത് ആരാ നോക്കട്ടെ. ഏത് ജില്ലയാണ് ആദ്യം പറയുന്നത് നോക്കട്ടെ. ഏതാണ് ഇതിന് ശരി ഉത്തരം? ഡി കൊല്ലം തെറ്റാണ്. ഡി അല്ല, EF വരെ ഉണ്ട്. അല്ല, മലപ്പുറത്തിന്റെ തെറ്റാണ്. 56.5 തെറ്റാണ്. ആലപ്പുഴ സി തെറ്റാണ്. ഇത് അല്ല, തൃശ്ശൂർ അല്ല. യെസ് എല്ലാവരും ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഈ ഇതിന്റെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതാണ്. യെസ്, ഇതിന് ഓപ്ഷൻസ് ഞാൻ ABCDEF ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ABCDEF ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് യെസ്, മലപ്പുറം. വെരി ഗുഡ്. മലപ്പുറത്തിന്റെയാണ് ശരി ഉത്തരം. മലപ്പുറത്തിന്റെയാണ് ശരി ഉത്തരം. ആൻസർ ദിസ് വൺ. ഇതാണ് ശരി ഉത്തരം കേട്ടോ. 56 1/4 ഇതാണ് ശരി ഉത്തരം. ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിലേക്ക് പോവാം. ആൻസറിലേക്ക് പോട്ടെ. എങ്ങനെയാ ആൻസർ കിട്ടിയെന്ന് പറയാം. ഇത് തെറ്റാണ്. ഇതല്ല. ഈ ബാക്കിലൊന്നും അല്ല ശരി ഉത്തരം നമ്മൾ എഴുതി. ഇതാണ് 56 1/4. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. എങ്ങനെ കിട്ടിയത് പറയാം. ഇതിന്റെ ആൻസറിലേക്ക് പോവാൻ ഈസി മെത്തേഡ് നമുക്കറിയാം. ഇതിന് 7 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7.5 സ്ക്വയർ ആണ്. 7.5 സ്ക്വയർ ആണ്. 75 × 75 എത്രയാണ് നോക്കാം. 75 × 75 എത്രയാണ് നോക്കാം. അത് കണ്ടെത്തുന്നതിന് എളുപ്പമാർഗമുണ്ട്. അതിനെന്താ മാർഗം? 7 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാ നോക്കുക. 7 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാ? 8. 7 × 8 എത്രയാ? 7 × 8 56 ആണ്. 0.25. അപ്പൊ ചുരുക്കത്തിൽ ആൻസർ 56 and 1/4. This is the answer. 56 and 1/4. This is the shortcut. ഇതാണ് ഷോർട്ട്കട്ട് കേട്ടോ. ഷോർട്ട്കട്ട് പഠിച്ചു വെക്കുക. ഈസി ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇവിടെ എഴുതാം. ശ്രദ്ധിച്ചോ. ഇപ്പോ 3 1/2 സ്ക്വയർ. ഇതിന് ആൻസർ കണ്ടുപിടിക്കണം. 3 1/2 സ്ക്വയർ. ഇതിന്റെ ആൻസർ എങ്ങനെയാ കാണാം? ഇതിന്റെ ആൻസർ എങ്ങനെയാ? 3 1/4. 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 3 × 4 എത്രയാ? 3 × 4 എത്രയാ? 3 × 4 എത്രയാ? 12 1/4 ആണ് ഇതിന്റെ ആൻസർ. 3 × 1/4 ഇതാണ് ആൻസർ. ഓക്കെ, ഗുഡ്. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഷോർട്ട് കട്ട് ഇതാ പഠിച്ചോ. 8 1/2 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 8 1/2 സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 8 കഴിഞ്ഞാൽ അടുത്ത നമ്പറോട് ഇൻഡു 8 × 9. അതെ, 8 × 9 എത്രയാ? 8 × 9 എത്രയാ? 8 × 9. 8 × 9. യെസ്, 72 ഇവിടെ 1/4. 72 1/4. ട്രിക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ട്രിക്ക് മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ? ഒരു ചോദ്യം കൂടെ തട്ടെ. ഒന്നുകൂടെ തട്ടെ. ദാ പിടിച്ചോ. ഇതിന് പകരം അടുത്തത് 4 1/2 സ്ക്വയർ. 4 1/2 സ്ക്വയർ. 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 4 × 5. 4 × 5 എത്രയാ? 4 × 5 20. ആൻസർ 20 1/4 ആണ്.
21/4 ആണ്. ഓക്കെ ആണോ? ട്രിക്ക് ഓക്കെ ആണോ? ഈസി ആണോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 9 1/2 സ്ക്വയർ എന്താ? 9 1/2 സ്ക്വയർ എന്താ? 9 1/2 സ്ക്വയർ എത്ര? 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 10. 9 into 10 എത്രയാ? 90. ആൻസർ 91/4. 91/4 ആണല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 1/2 സ്ക്വയർ എത്രയാ? 6 1/2 സ്ക്വയർ എത്രയാ? 6 1/2 സ്ക്വയർ എത്രയാ? ഏത് ചോദ്യം ഇങ്ങനെ ചെയ്യാം. ആ നമ്പറിന് അടുത്ത നമ്പർ യെസ്. അപ്പൊ ആൻസർ 6 1/2 സ്ക്വയർ ആലോചിച്ച് നോക്കുക. 6 1/2 സ്ക്വയർ യെസ്. ആൻസർ is പറഞ്ഞോ. ആൻസർ is 42 1/4. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആണ്. പഠിച്ചു വെച്ചു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന ബോർഡ് വായിക്കാണ്. അടുത്ത ചോദ്യം ഇപ്പോ കാലിക്കറ്റ് 1 പോയിന്റ്, കൊല്ലം 1 പോയിന്റ്, മലപ്പുറം 1 പോയിന്റ്. അടുത്ത ചോദ്യത്തിന് നമ്മൾ 2 പോയിന്റ് നൽകും. ഏത് ജില്ലക്കാണ് 2 പോയിന്റ് കിട്ടാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് 2 പോയിന്റ് ആണ്. ഏത് ജില്ലക്ക് കിട്ടും നോക്കാം. ക്ലിയർ? സെറ്റ് അല്ലേ? വായിക്കാണ്. അടുത്തത് ഏത് ജില്ലക്കാണ് 2 പോയിന്റ് കിട്ടാൻ നോക്കാൻ പോവാണ്. ഇതാ പിടിച്ചോ. അടുത്തത് ഏത് ജില്ലയാണ് 2 പോയിന്റ് വാങ്ങിക്കാൻ പോകുന്നത് നോക്കാം. ഏത് ജില്ലയാ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 പോയിന്റ് ഏത് ജില്ലക്ക് കിട്ടും നോക്കാം. 2 പോയിന്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാ പിടിച്ചോ. അടുത്ത ഏത് ജില്ലക്ക് കിട്ടും നോക്കാം. മോളെ ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ഓപ്ഷൻസ് ആണ് ആദ്യം വേണ്ടത്. ഇതാ പിടിച്ചോ. ഓപ്ഷൻ സിമ്പിൾ സംഗതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആണ്. ആൻസർ ഇതാണ് 990025. പിന്നെ 818125, 810025, 810025. അടുത്തത് 1825. 4 ഓപ്ഷൻ ഉണ്ട്. ചോദ്യം ഇതാണ് 995 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡാഷ്. ഇതാണ് ചോദ്യം. 99 ഹോൾ സ്ക്വയർ. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാ ശരിയുത്തരം പറഞ്ഞോ? യെസ്. ഏറ്റവും ആദ്യം ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് എ. കാസർഗോഡാണ്. എ ആണ് ശരിയുത്തരം. കാസർഗോഡിന് 2 പോയിന്റ്. ഇപ്പൊ 1ാം സ്ഥാനത്ത് കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡിനാണ് കിട്ടിയിരിക്കുന്നത്. മലപ്പുറത്ത് ഒരുപാട് പേര് പറഞ്ഞു. കണ്ണൂരിന്റെ, കൊല്ലത്തിന്റെ ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ നിവൃത്തിയില്ല. കൊല്ലം കണ്ടു. പക്ഷെ ഏറ്റവും ആദ്യം വന്ന ഇതാണ്. ഓക്കെ. ഇതിന്റെ ആൻസർ കണ്ടെത്താനുള്ള ട്രിക്ക് നിങ്ങൾക്കറിയാം. 5ൽ അവസാനിക്കുന്ന നമ്പർ ആണ് എങ്കിൽ അതിന്റെ ട്രിക്ക് 95 എന്ന നമ്പർ കണ്ടു കഴിഞ്ഞാൽ 95 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 95 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 100 അല്ലേ? 99 ഒരു നമ്പറിനെ അടുത്ത നമ്പറോട് ഇൻറ്റു ചെയ്യാം. എന്ന് പറയുമ്പോൾ 2 0 ചേർത്താൽ മതി. 9900. പിന്നെ 5ന്റെ സ്ക്വയർ 25. 5ന്റെ സ്ക്വയർ 25. സോ ദിസ് ഈസ് ദ ആൻസർ. ആൻസർ 99. അത് കഴിഞ്ഞിട്ട് 100 ഇൻറ്റു ചെയ്യുന്നു. അതിന്റെ കൂടെ 25 ചേർക്കുന്നു. ഇതാണ് ആൻസർ. ഷോർട്ട് കട്ട് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. 65ന്റെ സ്ക്വയർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 65ന്റെ സ്ക്വയർ കാണാൻ എന്താ ചെയ്യേണ്ടത്? 6 കഴിഞ്ഞിട്ട് അടുത്ത നമ്പറോട് ഇൻറ്റു ചെയ്യുന്നു. 6 into 7 എത്രയാണ്? 42. ആൻസർ 4225. ഓക്കെ ആണോ? ട്രിക്ക് മനസ്സിലായോ? 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള ട്രിക്ക് മനസ്സിലായോ? 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനുള്ള ട്രിക്ക് മനസ്സിലായോ? അപ്പൊ ഈ വലിയ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്. 35ന്റെ സ്ക്വയർ കാണണം. 35ന്റെ സ്ക്വയർ 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാ? യെസ്. അപ്പൊ ആൻസർ എത്രയാ? 3 into 4 12. ആൻസർ എത്രയാ? യെസ്. ചിലപ്പോ അഥവാ ക്ലാസ് കട്ടാവുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് ഒന്നുകൂടെ അയച്ചിട്ടോ. അപ്പൊ ഒന്നുകൂടെ കയറാം. ഓക്കെ. യെസ്. നോക്കിയേ. 3 into 4 12. 25 അല്ലേ?
1225. ക്ലിയർ ആണല്ലോ അല്ലെ? എങ്കിൽ ഇതാ പിടിച്ചോ ഒരു ചോദ്യം കൂടെ. 85 സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 85 സ്ക്വയർ, 85 സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 85 into next number. 85 into 8 into 9. 8 into 9 72. ആൻസർ 7225. ഈസി അല്ലേ? 5 അവസാനിക്കുന്ന എത്ര വലിയ നമ്പർ ചോദിച്ചാലും നിങ്ങൾ ചെയ്യൂലേ? 5 അവസാനിക്കുന്ന എത്ര വലിയ നമ്പർ ചോദിച്ചാലും ചെയ്യൂലേ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഇവിടെ 995 സ്ക്വയർ, 9995 സ്ക്വയർ എന്തായിരിക്കും ആൻസർ? അത് പറഞ്ഞു നോക്കിയേ. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 999. അതിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എന്താ മാർഗം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എന്താ മാർഗം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എന്താ മാർഗം? 3 0 ചേർക്കാം. 3 0 ചേർക്കാം. ലാസ്റ്റ് 25 എന്ന് ചേർക്കാം. ഇത് ഇത്രയും ഓക്കെ. ഈ ട്രിക്ക് മനസ്സിലായ ആളുകൾ മാത്രം സ്വന്തം ജില്ലന്റെ പേര് ടൈപ്പ് ചെയ്ത്. ട്രിക്ക് മനസ്സിലായവർ മാത്രം ജില്ലന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത്. ഏത് ജില്ലയാണ് നോക്കട്ടെ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം. അടുത്ത ചോദ്യം നമ്മൾ 5 പോയിന്റ് 5 പോയിന്റ് നൽകുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 പോയിന്റ് ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യന്. റെഡി ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ. അടുത്ത ചോദ്യം കേൾക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ. അടുത്ത ചോദ്യം കേൾക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് റെഡി ആണെങ്കിൽ ഓക്കെ പറഞ്ഞേ. അതാണ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതാ പിടിച്ചോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. റെഡി അല്ല? ഇതാ പറയാൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടുള്ള ചോദ്യമാണ്. 0.95ന്റെ സ്ക്വയർ എത്രയാണ്? 0.95ന്റെ സ്ക്വയർ എത്രയാണ്? ഇപ്പൊ ആൻസർ നിങ്ങൾക്ക് അറിയാം. 0.9 into 8, sorry, 9 into 10, 90, 25, 9025. ഇതാണ് ആൻസർ. ചോദ്യം ഇതാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 0.85 സ്ക്വയർ. ഇതാണ് 5 മാർക്കിന്റെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. വെറുതെ കിട്ടുന്ന ചോദ്യം. വെറുതെ കിട്ടിയ മാർക്കാണ്. യെസ്. ആൻസർ വേണം. തൃശ്ശൂർ ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ തൃശ്ശൂർ ആൻസർ പറഞ്ഞു. തൃശ്ശൂർ ആൻസർ പറഞ്ഞിരിക്കുന്നു. ആൻസർ 0.8 into 9. 8 into 9 7225. അങ്ങനെയാണെങ്കിൽ 0.35 സ്ക്വയർ. 0.35 സ്ക്വയർ. ഇതിന് പോയിന്റ് ഇല്ല. ഇതാർക്കും പറയാം. 0.35 സ്ക്വയർ. 0.35 സ്ക്വയർ പറഞ്ഞോ. 0.35 സ്ക്വയർ. 0.35 സ്ക്വയർ. ആൻസർ ഇതിന് മാർക്കില്ല. 0.3 into 4 1225. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. തൃശ്ശൂരിന് 5 പോയിന്റ് കിട്ടിട്ടോ. തൃശ്ശൂരിന് ഒരു അടിപൊളി ലൈക്ക് കൊടുത്തേ. അടുത്തൊരു ചോദ്യം. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യന് അഗൈൻ 5 പോയിന്റ് കൊടുക്കുന്നുണ്ട്. 5 പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഇല്ല. ആൻസർ പറയണം. 5 പോയിന്റ് ആണ്. 0.25 സ്ക്വയർ. ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ആൻസർ പറഞ്ഞോ. ഇതിന്റെ ആൻസർ തൃശ്ശൂർ തെറ്റാണ്. മലപ്പുറം തെറ്റാണ്. കണ്ണൂർ തെറ്റാണ്. യെസ്, കമോൺ. ആൻസറുകൾ തെറ്റാണ്. ആൻസർ വന്നുകൊണ്ടിരിക്കുന്ന ആൻസറുകൾ തെറ്റാണ്. ഒന്ന് ചരിത്ര അയച്ചു. ജില്ലന്റെ പേര് പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരം. ട്രിവാൻഡ്രം. തിരുവനന്തപുരമാണ് 5 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ആൻസർ 0.625 എന്ന് എഴുതിയാൽ ഇത് തെറ്റാണ്. 0.625 അല്ല. 0.625 അല്ല. ഇത് തെറ്റാണ്. പിന്നെ എന്താ അതിന്റെ ശരി ഉത്തരം? 0. ഇവിടെ 1 2 3 4 4 നമ്പർ ഉണ്ട്. 1 2 3 4 4 നമ്പർ ഉണ്ട്. 1 2 3 4 4 നമ്പർ ഉണ്ട്. അപ്പൊ 0.0625 1 2 3 4 4 പോയിന്റ് 4 പ്ലേസ് വേണം. 4 പ്ലേസ് വേണം. അപ്പോഴേ ഇത് ശരിയാവുള്ളൂ കേട്ടോ. 0.0625
0.625. എങ്കിൽ ഒരു ചോദ്യം കൂടെ സെയിം ക്വസ്റ്റ്യൻ പിടിച്ചോ. 0.15 സ്ക്വയർ. ആൻസർ ഒന്ന് പറഞ്ഞേ. 0.15 സ്ക്വയർ. ആൻസർ പറഞ്ഞേ. യെസ്, കറക്റ്റ് ആൻസർ. തൃശ്ശൂരിന്റെ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ഇതിന് മാർക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞു തന്നു, ഇതിന്റെ മാർക്കില്ല. തൃശ്ശൂരിന്റെ ആൻസർ കറക്റ്റ് ആണ്. മലപ്പുറത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആയി. 0.0225. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയ ആൾക്കാർ എസ് പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആളുകൾ എസ് പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് 10 പോയിന്റ് നമ്മൾ നൽകാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യന് 10 പോയിന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 10 പോയിന്റ്സ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ദാ പിടിച്ചോ. അടുത്തത് 10 പോയിന്റ് നൽകാൻ പോകുന്നു. അടുത്ത ചോദ്യം 10 പോയിന്റിൽ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, 10 പോയിന്റിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോണേ. 10 പോയിന്റ്സ് റെഡി? പറയണ്ടേ? 10 പോയിന്റ് ആണ് അടുത്ത ചോദ്യത്തിന്. 10 പോയിന്റ്. ദാ പിടിച്ചോ. 1 plus 3 plus 5 plus etc. plus 199. Option 200, 400, thousands, 10,000. Which is the correct answer? 10,000. ഏതാണ് ശരി ഉത്തരം? A, B, C, D. ഏതാണ് ശരി ഉത്തരം? A, B, C, D. കുറെ പേര് ആൻസർ പറഞ്ഞു, പക്ഷെ കാസർഗോഡ് തെറ്റാണ്. അത് പല ആൻസർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ 10,000 സാർ എന്നാണ് ജില്ലന്റെ പേരിലാണ് സാർ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ? യെസ്, അതാണ് പാലക്കാട്. വെരി ഗുഡ്. പാലക്കാടിനാണ് 10 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന് നമ്മൾ നേരത്തെ 5 പോയിന്റ് അല്ലേ കൊടുത്തത്? തിരുവനന്തപുരത്തിന് 5 പോയിന്റ്. പാലക്കാട് 10 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത്. വാവ്, പാലക്കാട്. എന്താണ് ആൻസർ? എങ്ങനെയാണ്? ഡി ആണ് ശരി ഉത്തരം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യത്തെ ഓഡ് നമ്പർ 1 ആണ്. അപ്പൊ ഇതിന്റെ 1 ആദ്യത്തെ 2 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ്. അതായത് ആദ്യത്തെ 3 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ്. ആദ്യത്തെ 4 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 ആണ്. എങ്കിൽ ആദ്യത്തെ 5 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ആദ്യത്തെ 5 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? യെസ്, 25 ആയിരിക്കും. എന്താ 25? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എളുപ്പത്തിൽ 5ന്റെ സ്ക്വയർ നോക്കിയാൽ മതി. 5ന്റെ സ്ക്വയർ 1 2 3 4 5 5 സ്ക്വയർ 25. 1 2 3 4 4 സ്ക്വയർ 16. 4 സ്ക്വയർ 16. 1 2 3 3 സ്ക്വയർ 9. 1 2 2 സ്ക്വയർ 4. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതൊന്ന് പറഞ്ഞേ. 1 plus 3 plus 5 plus 7 plus 9 plus 11 plus 13 plus 15. എണ്ണി നോക്കിയാ. 1 2 3 4 5 6 7 8. ആൻസർ എത്രയാ? 1 2 3 4 5 6 7 8. ആൻസർ എത്രയാ? 8 സ്ക്വയർ 64. 8 സ്ക്വയർ 64. കിട്ടിയല്ലോ? ഐഡിയ കിട്ടിയോ? 8 സ്ക്വയർ 64. അങ്ങനെയാണെങ്കിൽ 1 plus 3 plus 5 plus etc. plus 19. 19 വരെ എത്ര നമ്പർ ഉണ്ട്? 19 വരെ എത്ര നമ്പർ? 1 3 sorry yes 1 3 5 7 9 11 13 പിന്നെ 13 15 17 19. എത്ര നമ്പർ ഉണ്ട്? എണ്ണി നോക്കി. അല്ല